അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UKG ക്ലാസ്സിൻ്റെ പാർട്ട് 1 11ാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സായ് സഹറുൻ 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 സായ് 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 സാ സി സു റുസ് സുൻ സജറുൻ തസിറു സുബറുൻ സഹറുൻ. സഹറുൻ എന്താണ്? പുഷ്പമാണല്ലേ, പൂവ്. എല്ലാ പൂക്കൾക്കും സഹറുൻ എന്നാണ് പറയുന്നത്. സജറുൻ സജറുൻ തസിറു തസിറു സുബറുൻ സുബറുൻ. ഇവിടെ സ എന്ന അക്ഷരം ഒട്ടിക്കുക. അടുത്തത് സഇൻ്റെ ഉച്ചാരണ സ്ഥാനമാണ്. നാവിൻ്റെ കൂർത്ത അറ്റവും താഴെ മുൻപല്ലുകളുടെ മേൽഭാഗവും മുകളിലുള്ള മുൻപല്ലുകളുടെ ഇടഭാഗവുമാണ്. മനസ്സിലായോ? ആക്ടിവിറ്റി നോക്കിയാലോ. സായ് സ സി സു റുസ് സുൻ പകർത്തി എഴുതുക. അടുത്തത് ഉറക്കെ വായിക്കാം. തന്നിട്ടുള്ള അക്ഷരങ്ങളെല്ലാം ഉറക്കെ ഒന്ന് വായിച്ചേ. എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞു തരികയല്ലേ ചെയ്യുന്നത്. ഇപ്രാവശ്യം തനിയൊന്ന് വായിച്ചു നോക്കി. അലിഫ് ബ ത സ ജീമ് ഹ ഖ ദാല് ദാല് റ സായ്. ഓക്കെ, ഇനി ക്രമമായി എഴുതുക. ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ക്രമത്തിലല്ല തന്നിട്ടുള്ളതല്ലേ, അപ്പോൾ അത് ക്രമമായി താഴെ എഴുതുക. അടുത്തത് ചിത്രങ്ങൾക്ക് നിറം നൽകി വായിക്കാം. ഇതെന്തിൻ്റെ ചിത്രമാ? ഒരു വീടിൻ്റെ ചിത്രമാ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീടിന് എന്താ പറയുന്നത്? ബൈത്തുൻ എന്നാണല്ലേ. അപ്പോൾ എഴുതുക. അടുത്ത എന്താ തന്നിരിക്കുന്നത്? പാറക്കല്ലിൻ്റെ ചിത്രമാണല്ലേ. പാറക്കല്ലിന് എന്താ പറയുന്നത്? ഹജറുൻ എന്നാ പറയുന്നത്. അപ്പോൾ അത് അവിടെ എഴുതുക. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. പാഠം 12 സീന്. സഹമുൻ സഹമുൻ. എന്താണ് സഹമുൻ? അമ്പാണല്ലേ. സീന് സീന് സീന്. സ സി സു ബിസ് സുൻ. സതറുൻ സത്തറുൻ. സിദറുൻ സിദറുൻ. സുദുസുൻ സുദുസുൻ. അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. സഹമുൻ സത്തറുൻ സിദറുൻ സുദുസുൻ. ഇവിടെ സീൻ എന്ന അക്ഷരം എഴുതി ഒട്ടിക്കുമല്ലോ. അടുത്തത് സീനിൻ്റെ ഉച്ചാരണ സ്ഥാനം. നാവിൻ്റെ കൂർത്ത അറ്റവും താഴെ മുൻപല്ലുകളുടെ മേൽഭാഗവും മുകളിലുള്ള മുൻപല്ലുകളുടെ ഇടഭാഗവുമാണ് സീനിൻ്റെ ഉച്ചാരണ സ്ഥാനം. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. പകർത്തി എഴുതാം. സീന് സ സി സു ബിസ് സുൻ. ഉറക്കെ വായിക്കാം. അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, ക്രമമായി തന്നെയാണ് തന്നിരിക്കുന്നത്. അത് ഉറക്കെ വായിക്കുക. അടുത്തത് നിറം കൊടുത്ത് എഴുതാം. എല്ലാ അക്ഷരങ്ങൾക്കും അതാത് നിറം കൊടുത്ത് താഴേക്ക് എഴുതുക. അടുത്തത് ചിഹ്നം നൽകാം. ഇവിടെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷേ ചിഹ്നം തന്നിട്ടില്ല. ചിഹ്നമിടാതെ വായിക്കാൻ അറിയാമോ? എങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയേ. ബ ദാല് റ. റഇന് ലമ്മ തൻവീനുണ്ട്. എന്തായിരിക്കും ഈ വേർഡ്? ബദറുൻ. അടുത്തത് ദർബുൻ. അടുത്തത് ഖത്തമുൻ. അടുത്തത് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ നമ്മൾ. ദാ ഇവിടെ കിടപ്പുണ്ട്, നോക്കി. സുദുസുൻ. അടുത്തത് എന്താണ്? റ ബ ഹ. ഇതെന്താണ്? റാൻ്റെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. നോക്കി. റിബഹുൻ റിബഹുൻ. കണ്ടോ? അടുത്തത് നോക്കിയേ. സഹറുൻ സഹറുൻ. അപ്പോൾ ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.